ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്കില്ലേ മട്ടൻ വെച്ചിട്ട് നല്ലൊരു ഗ്രേവി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ മട്ടൻ വേവിച്ചെടുക്കുന്നുണ്ട്. മട്ടനിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായി വേവിച്ചെടുക്കണം കേട്ടോ. ഇതുപോലത്തെ ഒരു ഗ്രേവിയാണ് കേട്ടോ. അധികം വെള്ളമൊന്നും ഇല്ലാണ്ട് ഒരു സെമി ഗ്രേവി ടൈപ്പിൽ മട്ടൻ്റെ കുറച്ച് പീസസൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ നല്ലൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ അതാ 2 സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. അതുപോലെ 2 തക്കാളി അരിഞ്ഞത്. സവാള വഴണ്ടി കഴിഞ്ഞു. സവാള നന്നായി വഴറ്റിയതിന് ശേഷം 2 തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ തക്കാളി അവിടെ കിടന്ന് നന്നായി വേവട്ടെ. അതിനുശേഷം നമുക്ക് പൊടികൾ കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിപ്പൊടി ഞാൻ ഇതിൽ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മുളക് പൊടി, അതുപോലെ കാശ്മീരി മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, അത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായി അങ്ങ് ഫ്രൈ ആക്കിയെടുക്കാം. ഈ പച്ചമണമൊക്കെ പോകുന്നത് വരെ നന്നായി അങ്ങ് ഇളക്കി കൊടുക്കുക. അപ്പോൾ സവാളയും തക്കാളിയും ഒക്കെ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പൊടികൾ കൂടി നന്നായി ഒന്ന് ഫ്രൈ ആവണ വരെ നമുക്കിതങ്ങ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേവിച്ച് വെച്ച നമ്മുടെ മട്ടൺ പീസസ് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൂടി ഇനി നമുക്ക് ഈ കറിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാ നമ്മുടെ കറി ഇവിടെ കിടന്ന് നന്നായി തിളയ്ക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ നോക്കിയിട്ട് കറക്റ്റ് പാകത്തിനാക്കി കൊടുക്കാം. അപ്പോൾ മട്ടൻ വാങ്ങിയപ്പോൾ കുറച്ച് ഐറ്റംസ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഓരോന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ടു നോക്കണേ. പിന്നെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നപ്പോൾ ഞാൻ അതിനെ മാറ്റി വെച്ചോട്ടെ. വേറെ ഒന്നും അധികം ചേർത്തില്ല. കറിവേപ്പില മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുത്തു. അത്രയേ ഉള്ളൂ. ലാസ്റ്റ് കറിയിൽ ഉപ്പും എരിവൊക്കെ നോക്കി ഇതെല്ലാം പാകത്തിനാണ്. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് നല്ല ഭംഗിയില്ലേ കാണാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഭംഗി മാത്രമല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെ മട്ടൻ കറിയും ഈ മട്ടൻ ഗ്രേവിയൊക്കെ ആക്കിയിട്ട് അടിപൊളിയായിട്ട് കഴിക്കാം കേട്ടോ. ഇനി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. മട്ടൻ്റെ വേറൊരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.